ഒരുപാട് കായ്ക്കണമുണ്ട്. അത്യാവശ്യം നല്ല ബുഷ് കടവണ്ണൊക്കെ ഉള്ള വലിയ മാവുകളാണ്. എല്ലാം പോട്ടിൽ സെറ്റ് ചെയ്താണല്ലേ. ഇതൊക്കെ നമ്മൾ 4000 രൂപക്ക് കൊടുത്തീനാണ്. ഇപ്പോൾ ഇതൊരു ഓഫറായിട്ട് ഒരു 3500 രൂപക്ക് കൊടുക്കാം. അതിനുള്ള മുതലുണ്ട്. ഞാൻ വേറെ ഏതൊക്കെ വീഡിയോയിൽ കണ്ടു ഇതിന് 8000 9000 ഒക്കെയാണ് ഈ വലിപ്പമുള്ള തൈകൾക്ക് ഞാൻ കണ്ടത്. ഇത് നമ്മൾ അതിൻ്റെ നേർ പകുതിക്കാണ് ഇത് കൊടുക്കുക. കംബോഡിയൻ ജാക്കാണിത്, കണ്ടോ. അത് നമ്മൾ വിയറ്റ്നാം മേർലി പോലെ കായ്ക്കുന്നതും വിയറ്റ്നാമിനെക്കാട്ടിലും നല്ല ടേസ്റ്റുള്ളതായിട്ടുള്ള ഒരു ചക്കയാണ് കംബോഡിയൻ ജാക്ക്. അതിൻ്റെ തൈകളാണ്. ഈ തൈകളൊക്കെ വെച്ച് എത്ര സമയം കൊണ്ട് റിസൾട്ട് വരും? അടുത്ത വർഷം കായ്ക്കും. അടുത്ത വർഷം കായ്ച്ചില്ല പിറ്റത്തെ വർഷം എന്തായാലും കായ്ച്ചിരിക്കും. ഷുവറാണ്. ഈ ആറ്റൂരിൻ്റെ ഈ പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ 900 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കാലാപ്പടി മാവാണ്. ഒന്നും പറയില്ല, മുന്തിരി കൊല പോലെയാണ് നിൽക്കുന്നത്. എത്രയാണ് കായ പിടിച്ച് നോക്കി. അതായത് ഈ മാവൊക്കെ നമുക്കൊരു 850 രൂപ കൊടുക്കാം. നല്ല അടിപൊളി ബുഷുള്ള പുലാസാനാണ് കേട്ടോ. ഇതിൽ ഈ കൂട്ടത്തിൽ തന്നെ പൂവിട്ടത് കിട്ടിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അടിപൊളി പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് ഒരു 2500 കൊടുക്കാം. 2500. നല്ല അടിപൊളി ബുഷ്. അടുത്ത വർഷം കായ്ക്കുമെന്ന് ചോദിക്കട്ടെ, കാരണം പറഞ്ഞല്ലോ. ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞെടുത്തേ. ഇത് മലപ്പുറത്ത് പെരിങ്ങോട്ടുപുലം MSP, അതായത് MSPന്റെ പോയിട്ട് അക്കറായിട്ട് വരും. പിന്നെ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്രിൻ്റെ റോഡിന് വരാം. കോഴിക്കോട് പാലക്കാട് ഭാഗത്തു നിന്ന് മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കൂടലങ്ങാടിയിൽ നിന്ന് തിരിഞ്ഞ് വരാണ്ട് ലൊക്കേഷൻ നമ്മൾ വാട്സപ്പിൽ തന്നെ ഓപ്പൺ ചെയ്താൽ ലൊക്കേഷൻ കിട്ടും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇത് കണ്ടോ, ഇതാണ് കംബോഡിയൻ ജാക്ക്. ഇത് നല്ല മുറിച്ചതാണ്. കാണാൻ ഭംഗിയില്ല, ഒരു കറുത്ത കളറാണ്. പക്ഷെ കാണാൻ ഭംഗിയില്ല, അകത്തൊരു സംഭവമാണ്. എന്തായാലും ഒരു വീട്ടിൽ വെച്ച് പിടിക്കേണ്ട ഒരു വിയറ്റ്നാം മേർലിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഇതാണ്. ഇത് കണ്ടോ, നല്ല ബുഷായിട്ടുള്ള റെയിൻ ഫോറസ്റ്റിൻ്റെ തൈകൾ കണ്ടോ, നല്ല നല്ല തൈകൾ. ഇതൊക്കെ നമ്മൾ വിറ്റിന് 400 രൂപ, ഇതൊരു 300 രൂപ ഓഫറിൽ കൊടുക്കാം. നല്ല അടിപൊളി തൈകളാണ്. 150 രൂപ റെയിൻ ഫോറസ്റ്റിൻ്റെ തൈകളുണ്ട് കേട്ടോ. ഇതേപോലെ കറകറ ഞാവല് ഫുൾ ഇത് നമ്മളെ പിന്നെ വിയറ്റ്നാം മാൾട്ട, ഓൾ സീസൺ, പിന്നെ ഇന്ത്യൻ മുസംബി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അതിൽ. നാരങ്ങന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. സോഫ്റ്റ് സ്കിൻ മട്ടോ കുറെ ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ. കുറച്ച് ഷോർട്ടായിരുന്നു സാധനം എത്തിയിട്ടുണ്ടല്ലേ. സോഫ്റ്റ് സ്കിൻ മട്ടോ ഉണ്ട്, അതൊക്കെ സോഫ്റ്റ് സ്കിൻ മട്ടോ വേണം. ഇത് നമുക്ക് 900 രൂപ കൊടുക്കട്ടോ ഈ ഒരു സൈസിലുള്ള. കാരണം മട്ടോവിൻ്റെ വില 100 രൂപയാണ്, റെയിൻബോൻ്റെ വില. അതേ വലുപ്പമുള്ള തൈയിനാണ് നമ്മൾ 900 രൂപ. കാരണം ഇതിൻ്റെ പഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വലുപ്പമുള്ളൊരു പഴമാണിത്. പെട്ടെന്ന് കായ്ക്കും, 2 വർഷം കൊണ്ട് കായ്ക്കും ചെയ്യും. ഒരുപാട് ഫ്ലഷും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. മിൽക്ക് ഫുഡിൻ്റെ അടിപൊളി തൈകൾ ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കണതാണ്. ഇതാ കണ്ടോ, നല്ല തൈകളാണ്. ഈ മിൽക്ക് ഫുഡിൻ്റെ തൈകളൊക്കെ 400 500 600 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല നഴ്സറിക്കാരും വെക്കുന്നത്. ഇത് നമുക്ക് 250 രൂപ കൊടുക്കാം. നല്ല തൈകൾ, മിൽക്ക് ഫുഡിൻ്റെ നല്ല തൈകളാണ്, ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതാണ് മീട്ട ലെമൺ എന്നാണ് പറയുന്നത്. അതായത് ചെറുനാരങ്ങയിൽ മധുരമുള്ളത്. ഇത് ചെറിയ മൂപ്പിൽ തന്നെ മധുരമാണ്. മറ്റേ എല്ലാ നാരങ്ങളും പിന്നെ 100% മൂപ്പെത്തുമ്പോഴാണ്, പഴുക്കുന്ന സമയത്താണ് മധുരം വെക്കുക. ഇത് ചെറിയ കുഞ്ഞു കായകൾ തന്നെ മധുരം വെച്ചിട്ടാണ് വരുന്നത്. ഇത് നല്ലോണം കായ്ക്കണം, നല്ല റിസൾട്ട് ഉണ്ട്, പൂക്കുന്നുണ്ട്, കായ്കളുണ്ട്. അതിനൊക്കെ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട നല്ലൊരു ഇനം തൈയാണ്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 500 രൂപ വരുന്നുണ്ട്. 500 രൂപ അല്ലേ? ഇത് വലിയ തൈയുണ്ട്, ചെറിയ കുഞ്ഞു തൈ ഇല്ല, വലിയ തൈകളെ എൻ്റെ അടുത്തുള്ളൂ, ആയോടുള്ള തൈകളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സീഡ് ലീവിൻ്റെ തൈകൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. തൈകൾ പറ്റ ഷോർട്ടായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ തൈകളായിട്ടുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വരെ പൂ വരുന്നുണ്ടാ ചെറിയ തൈകളിൽ. റിസൾട്ട് ഉറപ്പായിട്ടാണ് ഉറപ്പുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ കായ്കൾ നമ്മളെല്ലാം കണ്ടതാണല്ലോ. എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ലോബി മാത്രമേ സെയിൽ ചെയ്യണുള്ളൂ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. തൈകൾക്കൊക്കെ എങ്ങനെ റേറ്റ്? തൈകൾ 350 രൂപ മുതൽ തൈകളുണ്ട്. ഇത് ട്രോപ്പിക്കൽ ബട്ടറാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള കായ്ച്ചുമെന്ന് നമ്മൾ ചെയ്തതാണ്. നല്ല നിറയെ കായ്ക്കുണ്ട്. പിന്നെ നല്ല ഏകദേശം ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കണ നല്ല ബട്ടറിൻ്റെ തൈകൾ ഇപ്പോൾ ചെയ്ത് വെച്ചാണ്, റെഡിയായി വരുന്നേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുള്ള നമ്മൾ ട്രോപ്പിക്കൽ 100% പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തൈകളാണ്. ഇതിൻ്റെ റേറ്റ് പിന്നെ ഒരു 250 രൂപ ഒക്കെ വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ തൈയിനെ കുറച്ച് വില കൂടുതൽ കൊടുത്ത് വാങ്ങിയതാണ്. എന്തായാലും നല്ല 100% വിശ്വസിച്ച് കൊണ്ടുപോകാം. ഇത് സീഡ്ലെസ് ലെമണാണ്, നല്ല വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ 100 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത്രയും വലിയ തൈകൾ 100 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ വലിയ ഹെവി പ്ലാന്റ് തന്നെ പറയാം. നല്ല അടിപൊളി നാംഡോക്കുമായിൻ്റെ പ്ലാന്റാണ്. ഒരുപാട് കായ്ക്കുന്നുമുണ്ട്, അത്യാവശ്യം നല്ല ബുഷ് കടവണ്ണൊക്കെ ഉള്ള വലിയ മാവുകളാണ്. എല്ലാം പോട്ടിൽ സെറ്റ് ചെയ്താണല്ലോ. ഇതൊക്കെ നമ്മൾ 4000 രൂപക്ക് കൊടുത്തീനാണ്. ഇപ്പോൾ ഇതൊരു ഓഫറായിട്ട് ഒരു 3500 രൂപക്ക് കൊടുക്കാം. അതിനുള്ള മുതലുണ്ട്. ഞാൻ വേറെ ഏതൊക്കെ വീഡിയോയിൽ കണ്ടു ഇതിന് 8000 9000 ഒക്കെയാണ് ഈ വലിപ്പമുള്ള തൈകൾക്ക് ഞാൻ കണ്ടത്. ഇത് നമ്മൾ അതിൻ്റെ നേർ പകുതിക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് ബേറാപ്പിള നൂറാനി എന്ന് പറഞ്ഞ
ഒരു വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല വലിയ കായൊക്കെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ലോങ്ങൻ്റെ നല്ല വെറൈറ്റി ഡബിൾ ലോങ്ങൻ, എഡോസ്റ്റാർ, ഹൈബ്രിഡ്, ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്ലാന്റുകളാണ്. ഇതാ ഇഷ്ടംപോലെ തൈകളുണ്ട്. നമുക്കൊക്കെ എവിടെ ഇല്ലാത്ത ഓഫർ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് ലോങ്ങൻ. കാരണം എല്ലാ ലോങ്ങൻ്റെ തൈകളും നമ്മൾ ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. ഇഷ്ടംപോലെ ഉണ്ട്, വലിയ വലിയ പ്ലാന്റുകളുണ്ട്. അതുപോലെ ജബോട്ടിക്കാവിൻ്റെ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ജബോട്ടിക്കാവയാണത്. ഇവിടെ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ വേപ്പൻ തൈ, എന്താണ് ചൈനൻ്റെ വേപ്പൻ തൈ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതിന് ഭയങ്കര ഗ്രോത്താണ്. മറ്റ് വേപ്പ് പോലെ വലിയൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാണാനും നല്ല ഭംഗിയാണ്. അതേപോലെ പിന്നെ ഒരു ഓർണമെൻ്റലായിട്ടും വീട്ടിൽ ഉപയോഗിക്കാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഫുള്ള, അതായത് സ്മെല്ലും അതിൻ്റെ സ്ട്രോങ് വേപ്പിൻ്റെ എല്ലാ സ്ട്രോങ് ഇതിനുണ്ട്. കാണാനും ഭംഗിയുള്ളത്. ഇതൊക്കെ 200 രൂപക്ക് നല്ല ബുഷ് ഉണ്ടോ, ഇതൊക്കെ തൈ ഉണ്ടോ, നല്ല ഗ്രോത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കംബോഡിയൻ ജാക്കാണിത് കണ്ടോ. അത് നമ്മൾ വിയറ്റ്നാമേറിൽ പോലെ കായ്ക്കുന്നതും വിയറ്റ്നാമേറിനെക്കാട്ടിലും നല്ല ടേസ്റ്റുള്ള ആയിട്ടുള്ള ഒരു ചക്കയാണ് കംബോഡിയൻ ജാക്ക്. അതിന്റെ തൈകളാണ്. ഈ തൈകളൊക്കെ വെച്ച് എത്ര സമയം കൊണ്ട് റിസൾട്ട് വരും? അടുത്ത വർഷം കായ്ക്കും. അടുത്ത വർഷം കായില്ല, പിറ്റത്തെ വർഷം എന്തായാലും കായ്ച്ചിരിക്കും. ഷുവറാണ്. 200 രൂപക്കാണ് ഈ തൈ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് എടുക്കുക. നല്ല തൈകൾ, അടിപൊളി തൈകൾ. എന്താ ഇത് നമ്മൾ തന്നെ പാർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തൈകളാണ്. ഇത് നമുക്ക് പാർട്ടി ചെയ്ത് തരുന്നതാണ്. അത്ര നമുക്ക് വിശ്വസ്തയോടെ കൊടുക്കാം. ഞാൻ തൈയും മരം ഞാൻ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കുന്ന ആളുകളെ എനിക്കറിയണം. ഞാൻ തന്നെ പോയിട്ട് ഡയറക്റ്റ് വാങ്ങിക്കൊണ്ടിട്ടാണ്. അടിപൊളി തൈകളാണ്. ഇപ്പോൾ ഒരു ഓംഗ്രോണിൻ്റെ തൈയാണ് ഏറ്റവും ചുരുങ്ങിയത് മിനിമം 400 രൂപ കൊടുക്കേണ്ടി വരും. നമ്മളെ പകുതി 200 രൂപക്കാണ് ഇത് കൊടുക്കുന്നത്. ഇത് നമ്മളെ ആദിവാസികൾ കണ്ടുപിടിച്ച കുന്താണി എന്ന് പറഞ്ഞ പൈനാപ്പിൾ ഇല്ലേ, വലിയ ഹൈറ്റിൽ നീളത്തിൽ വരുന്ന സംഭവം, അതിൻ്റെ തൈകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ 550 രൂപക്കാണ് കൊടുക്കുന്നത്. നല്ല വലിയ തൈകളാണ് കേട്ടോ, കായ്ക്കാറായ തൈകളാണ് കേട്ടോ. ഇത്രയും സൈസ് ഉണ്ട്. കരിക്കേറ്റഡ് പൈനാപ്പിളാണ്. ഇത് അടുത്ത് കായ് വരുന്നത് തോന്നുന്നു. എന്തായാലും അടിപൊളി ഭംഗിയുള്ള ഒരു പൈനാപ്പിളാണിത്. നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന, ഓർണമെൻ്റ് അല്ല കഴിക്കാൻ പറ്റുന്ന പൈനാപ്പിൾ തന്നെയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം കണ്ടില്ലേ, എന്നെക്കാട്ടി 2 അടി ഹൈറ്റ് കൂടുതലുണ്ട്. ഈ ആർട്ടിയുടെ ഈ പ്ലാന്റ്, ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ 900 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും ഹൈറ്റുള്ള റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? നല്ല റിസൾട്ടാണ്. ആർട്ടിയുടെ നല്ല മാങ്ങയാണ്, നല്ല റിസൾട്ടാണ്, നല്ല കായ്ക്കുന്നുണ്ട്. ബനാനൻ്റെ ഏകദേശം ഒരു 6 അടി ഹൈറ്റുള്ള തൈകൾ ഇതുണ്ടോ. ഇത്രയും വലിയ തൈകൾ കേട്ടോ, 450 രൂപക്ക്. ഇത്രയും വലിയ ബനാന തൈകൾ കേട്ടോ, 450 രൂപ. ഒളോർമാവിൻ്റെ തൈകൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു. അതിൻ്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. നല്ല തൈകൾ എന്ന് പറയാൻ പറ്റില്ല, ഏതായാലും കുഴപ്പമില്ലാത്ത തൈകൾ എത്തിയിട്ടുണ്ട്. 200 രൂപക്കാണ് കൊടുക്കുന്നത്. ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. ഇത് കാലാപ്പടി മാവാണ്. ഒന്നും പറയില്ല, മുന്തിരി കൊല പോലെയാണ് നിൽക്കുന്നത്. എത്രയാണ് കായ പിടിച്ച് നോക്കി. ഇതൊക്കെ നമുക്ക് മണ്ണിൽ വെച്ചാലുണ്ടല്ലോ ഇതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മാവാണ് കാലാപ്പാടി. കാലാപ്പാടിൻ്റെ മാവ് മാങ്ങ, അതായത് ഈ മാവൊക്കെ നമുക്കൊരു 850 രൂപ കൊടുക്കാം. ഇതോ ഇത്തരം കാഴ്ച കൊടുക്കാം. ഇതേപോലെ ബാക്കിലൊക്കെ ഉണ്ട് കായുള്ളത്. 750, 800 മാക്സിമം പോയ 1000 രൂപേൻ്റെ മാവും തൈ കാലാപ്പാടി ഇവിടെ ഉള്ളൂ. അതിന് മേലുള്ള തൈകളില്ല. എല്ലാം അത് കരുതിയിട്ട് ചെറിയ തൈ എന്നല്ല, നല്ല തൈകൾ തന്നെ. ഇത്രയും മുന്തിരി കൊല പോലെ മാങ്ങ നിൽക്കണ ഈ ഒരു പ്ലാന്റ് നമുക്ക് 850 രൂപ. അപ്പൊ ഓഫർ ഒന്നല്ല, അങ്ങനത്തെ മാവ് ഇനിയുണ്ട്, ഇനി വരാനും ഉണ്ട്. ഇപ്പോഴും മാവ് സ്റ്റോക്ക് ഉണ്ട്. വിയറ്റ്നാം മാൾട്ട ഇതുണ്ടോ. ഇത് ആളുകൾ പറയും ഇവിടെ വന്നാൽ കായ്ക്കൂല. ഇതുണ്ടോ, ഇഷ്ടം പോലെ കായ്കളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിലൊക്കെ ഉണ്ട് കായ്കൾ. ഇതാ ഇതൊക്കെ കായ്കൾ വന്നതാ. അതിൽ തന്നെ പൂവും വന്നിട്ടുണ്ട്, പുതിയ പൂവും വന്നിട്ടുണ്ട്. പൂ ഒഴിഞ്ഞോ എന്താ അറിയില്ല. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഒരു 2000 രൂപ വരും കേട്ടോ. പക്ഷെ ഇതിൻ്റെ ചെറുതുണ്ട് 450 ഗുണം. അതാ അങ്ങോട്ട് തന്നെ പിടിക്കും. ഇതിലൊക്കെ പൂ ഇട്ടുണ്ട്. 400 രൂപ കൊടുക്കത്. നല്ല തൈകൾ. പിന്നെ ഇതാണ് നാംഡോക്ക് മൈദ, ഫുൾ കായോട് കൂടിയിട്ട്. ഇതൊക്കെ ഒരു അത്യാവശ്യം നല്ല തൈയാണ്. ഒരു 3000 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇതിലിതാ ഡ്രമ്മിൽ കായുള്ളത്. കൊടുക്കാൻ പറ്റും നമുക്കൊരു 4500 രൂപക്ക്. വലിയ പ്ലാന്റാണ്, ഹെവി പ്ലാന്റാണ്. ഇഷ്ടംപോലെ വാങ്ങേണ്ടിട്ടത് അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ വലിയ കടവണ്ണുള്ള വലിയ തൈകൾ ഇതാ, പുതിയതായിട്ട് കായ് വരുന്നതാ, പൂവിതാ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുക്കുക. അത് ഇതാ ഈ പോകുന്നത് മൊത്തം അതാണ്. വലിയ വലിയ പ്ലാന്റുകളാണ്. അതിൽ കറക്കറ ഞാവൽ, പിന്നെ ഇന്ത്യൻ മുസമ്പി, ഡെക്കോപ്പോണ്, അതേപോലെ വോൾ സീസണ്, പഞ്ചാബ് കിനു, എല്ലാ വെറൈറ്റീസും ഉണ്ട് ഈ വലിയ പ്ലാന്റിൽ കേട്ടോ. ഇഷ്ടം പോലെ പ്ലാന്റുകളെല്ലാം പൂവിട്ടും കാഴ്ച നിൽക്കുകയാണ്. നല്ല അടിപൊളി ബുഷുള്ള പുലാസാനാണ് കേട്ടോ. ഇതിൽ ഈ കൂട്ടത്തിൽ തന്നെ പൂവിട്ടത് കിട്ടിയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അടിപൊളി പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഒരു 2500 കൊടുക്കാം. 2500. നല്ല അടിപൊളി ബുഷ്. അടുത്ത വർഷം കായ്ക്കുമെന്ന് ചോദിക്കട്ടെ, പറഞ്ഞല്ലോ. ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്.
ഓക്കെ, അങ്ങോട്ടൊക്കെ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞെടുത്താണേ. ഇത് മലപ്പുറത്ത് പെരിങ്ങോട്ടുപുലം MSP, അതായത് MSPന്റെ പോയിട്ട് അക്കറായിട്ട് വരും. പിന്നെ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്രിൻ്റെ റോഡിന് വരാം. കോഴിക്കോട് പാലക്കാട് ഭാഗത്തുനിന്ന് മഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ വരുന്നത് കൂടലങ്ങാടിയിൽ നിന്ന് തിരിഞ്ഞ് വരാണ്ട് ലൊക്കേഷൻ നമ്മൾ വാട്സപ്പിൽ തന്നെ ഓപ്പൺ ചെയ്താൽ ലൊക്കേഷൻ കിട്ടും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. സിന്ദൂരമാവാണ്. എന്താ ഈ സിന്ദൂരമാവിനെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ഒരു കാര്യം? സിന്ദൂരമാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഫ്രൂട്ടി, അതായത് മാംഗോൻ്റെ ഒറിജിനൽ ജ്യൂസ് അടിച്ച ഒറിജിനൽ മാംഗോ ടേസ്റ്റ് വരുന്ന ഒരു മാംഗോ ആണ് ഈ സിന്ദൂരമാവ്. അത്ര ഫ്ലേവറാണ്. ഫ്ലേവർ മാംഗോൻ്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടുന്ന ഒരു സംഭവം ഇതാണ്. അതിലൊരു സംശയം വേണ്ട. ഇത് മാങ്ങയോട് കൂടിയിട്ടുള്ള തൈയാണ്. ഇത് മാങ്ങയോടുള്ള തൈയാണ്. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇതൊരു 350 രൂപ കൊടുക്കാം. 350 രൂപ കൊടുക്കല്ലേ? കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതേ എന്താ വെച്ചാൽ ഈ ബാച്ചിലുള്ള തൈകളൊക്കെ 350 ആണ്. പിന്നെ ഇതിനൊരു മാങ്ങ ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകം മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ നല്ലതുണ്ട്, വലിയ മാങ്ങളൊക്കെ ഉണ്ട്, കായുള്ള തന്നെ വലുതൊക്കെ. ഇതിന് ഈ പുഴുക്കേട് കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു മാങ്ങ. ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഉണ്ടാവണല്ലേ. ഇതിപ്പോ കണ്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ മാവുകൾ കണ്ടോ. ഹിമാപസന്താണിത്. ഇതിൽ കായുണ്ട്. ഇതുണ്ടോ, ആപ്പിൾ റുമാനിയാണിത്, കായുണ്ടത് കണ്ടില്ലേ, റുമാനിയ. ഇതേതാണ്, ഇതിമേതാ പേര് നോക്ക്, ഹിമാപസന്ത്. കണ്ടോ, ഹിമാപസന്തിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പം പറയണ്ടല്ലോ. പിന്നെ ഒരുവിധം എല്ലാത്തിലും മാങ്ങയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇത് കോട്ടർകോൺ. അതാ ഇതൊക്കെ റേഞ്ച് ചന്ദ്രകാന ചെറുത് 600 രൂപേന്റെ താഴേക്ക് അത്രേ ഉള്ളൂ. ഇതിന്റെ അതിൽ മേലുള്ള ഒരു തൈകളും ഇതില്ല. പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് പറയല്ലേ, നമ്മൾ മാങ്ങൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തപ്പി നടക്കുകയാണ്. ഇപ്പം നമ്മൾ നാടൻ മാവിൻ്റെയും അതേപോലെ നമ്മൾ ആരെ വീട്ടിലും ചിലപ്പോൾ എന്താ പറയുക, പണ്ട് അണ്ടി മുളപ്പിച്ചുണ്ടായതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് മാവുകൾ, നല്ല ടേസ്റ്റുള്ള മാവുകളാണ്. അത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല മാവുകളുണ്ടാവും. ഈ മാങ്ങൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊന്ന് ഒരു പീസ് കിട്ടിയാൽ മതി. നമുക്കൊരു മനുഷ്യനോട്, ഒരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള, അത് അത്രയും ടേസ്റ്റിലാണ്, ആരില്ല നല്ലതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കണ്ടീഷൻ. അങ്ങനെയുള്ള മാവുകൾ ആരെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിന് കമ്പെടുത്തിട്ട് ഇവിടെ കൊടുക്കുന്ന തൈകൾ അവർക്കുണ്ടായി കൊടുക്കും, നമ്മൾക്കൂടെ സെയിൽ ചെയ്യാനും വെക്കും. അതായത് റയർ വെറൈറ്റികൾ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും വന്നിട്ട് എടുക്കും, കമ്പെടുത്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ തൈകളോടെ മാവിൻ്റെ തൈകൾ 1000-ഓളം തൈകളെ ഇറക്കി വെച്ചിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അത് ഇറക്കി വെച്ചാൽ ഇതിനു വേണ്ടി മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് മാവുകൾ ഞങ്ങളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തൈകൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തോട് കൂടി നല്ല നല്ല വെറൈറ്റി മാവുകൾ പല ആളുകൾ വീട്ടിലും നല്ല ടേസ്റ്റ് ഉള്ളത്, നമ്മൾ കാണാത്തയും കേൾക്കാത്തയുള്ള മാവുകൾ കംപ്ലീറ്റ് ഇപ്പോൾ കൊടുന്ന് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കംബോഡിയൻ ജാക്ക്. ഇത് നല്ല മുറിച്ചതാണ്. കാണാൻ ഭംഗിയില്ല, ഒരു കറുത്ത കളറാണ്. പക്ഷെ കാണാൻ ഭംഗിയില്ല, അകത്തൊരു സംഭവമാണ്. കളറിലും ടേസ്റ്റിലും അടിപൊളി സംഭവമാണ്. എന്തായാലും ഒരു വീട്ടിൽ വെച്ച് പിടിക്കേണ്ട ഒരു വിയറ്റ്നാം മേർലിനെക്കാട്ടും കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഇതാണ്, കംബോഡിയൻ ജാക്കാണ്. അതായത് വിയറ്റ്നാമേറിനെക്കാട്ടും മുകളിൽ നിൽക്കും, ഒരു സംശയവും വേണ്ട. അതേപോലെ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്, ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കല്ലേ. നല്ലൊരു ഓറഞ്ച് കളർ നല്ല കളറാണ്. മധുരം എന്നല്ല കേട്ടോ, അതിമധുരം എന്ന് പറയല്ലേ. അതിമധുരം തന്നെ പറയാം, ഒരു സംശയം കേട്ടോ. എന്തായാലും രഞ്ജിത്തെ, എന്തായാലും ഇത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംബോഡിയൻ ജാക്ക് അടിപൊളിയാണ്, പക്ഷെ ഇത്രയും അടിപൊളിയാന്ന് നമ്മൾ അറിയില്ല. ഇപ്പൊ ഇതിന്റെ തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. അതിമധുരം എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ അത് പറയാട്ടോ. അത്രയും മധുരം അതല്ല ഈ ഓഫ് സീസണിലാണ് ഉണ്ടാവണം. കഴിഞ്ഞ മാസം വരെ ഈ മരത്തിന് ചക്ക പറിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് നോൽമിന്റെ സമയത്തൊക്കെ നമുക്ക് അടിപൊളി കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടും കൂടിയാണിത്. അപ്പൊ ഇതാണ് വിയറ്റ്നാം മേർലി. അതായത് നമ്മൾ ടോപ്പ് എന്ന് പറഞ്ഞിരുന്നു ഇതുവരെ. ഇത് മോശമാണെന്നല്ല എപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഒരു പടി മുന്നില് കംബോഡിയൻ ജാക്ക് കയറി വന്നു എന്ന് പറയല്ലേ. അപ്പൊ എന്തായാലും ഇതിന്റെ വിയറ്റ്നാം മേർലി കട്ട് ചെയ്യാണ്. അതിന്റെ ഇത്തിരി കളർ കുറവ് അല്ലേ? ഓക്കെ, ശരിയാണ്, കുറച്ച് കളർ കുറവാണ്. പക്ഷെ ഇതിൽ തന്നെ 2 കളർ വരുന്നുണ്ട്. ഇതിൽ യെല്ലോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടോ. അപ്പൊ നമ്മളെ അടുത്ത് കേട്ടോ, ഒരു പടി മുന്നില് മധുരം നമ്മളെ കംബോഡിയൻ അല്ലേ, സംശയമില്ലല്ലോ. ഇത് മോശമാണെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. പക്ഷെ ഒന്ന് മെച്ചായിട്ട് 2 ചാക്കുകൾ നമുക്ക് വെക്കാൻ പറ്റും. ഇതാണ് കംബോഡിയൻ ജാക്കിന്റെ തൈകൾ. അതായത് നമ്മളിപ്പോ കഴിച്ച ജാക്ക്ഫ്രൂട്ടിന്റെ തൈകളല്ലേ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൊണ്ട് കിട്ടും? ഇത് ഒരു വർഷം, 2ാമത്തെ വർഷം എന്തായാലും കായ്ക്കും. ഇപ്പൊ നമ്മൾ ഈ കണ്ട റിസൾട്ടിലേക്ക് അതേ കിട്ടും, ഒരു സംശയമില്ല. കാരണം എന്റെ ചെറുതിമ കാഴ്ചക്കുണ്ട്, വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഇവിടെ പോട്ടിലും ചട്ടിയിലും കവറിലും കാഴ്ചക്കുണ്ട്. ഇതാ, ഇത് കംബോഡിയൻ ജാക്കാണ്, കണ്ടോ, കവറിൽ കാഴ്ചക്കാണ്. ഈ ഒരു തൈയൊക്കെ നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക?
ഇതൊക്കെ വലിയ തൈകളാണ്, കുറച്ച് 2,500 വരുന്ന തൈകളാണ്. ഇനി ചെറുത് വേണമെങ്കിൽ 250 രൂപ മുതലുണ്ട്. ഇപ്പൊ ഞങ്ങൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ 200 രൂപന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഒരുപാട് തൈകൾ ഉണ്ടാക്കുന്നുണ്ട്.